ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ടക്കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ടയാണ് കറി വയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഞാനിപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒപ്പം തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തോടൊക്കെ ഒന്ന് ഒലിച്ച് ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമുക്ക് പുട്ടുമായിട്ടും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും മുട്ടക്കറിയുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.